യേശുനാഥൻ്റെ സൗഖ്യത്തിലേക്ക് മറ്റുള്ളവരെ കൊണ്ടെത്തിക്കുന്ന ഏവർക്കും യേശുമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. തിരുസഭ മാതാവ് ഇന്ന് നമുക്ക് നൽകുന്ന വചനധ്യാനം മർക്കോസിന്റെ സുവിശേഷം 6-ാം അധ്യായം 53 മുതൽ 56 വരെയുള്ള വാക്യങ്ങളാണ്. ഗനേസറത്തിൻ്റെ തീരത്ത് കർത്താവും ശിഷ്യന്മാരും വന്ന് വഞ്ചി ഇറങ്ങിയപ്പോൾ അവരെ കാത്തിരുന്ന കർത്താവിനെ തിരിച്ചറിഞ്ഞ ഒരു വലിയ സമൂഹം രോഗികളും രോഗികളെ വഹിച്ചുകൊണ്ട് വരുന്നവരും. പ്രിയമുള്ളവരെ, ഈ ധ്യാനത്തെ 3 ഭാഗങ്ങളായി നമുക്ക് ചിന്തിക്കാം. 1. സമ്പന്നതയുടെ താഴ്വര. സമ്പന്നതയുടെ താഴ്വര എന്നാണ് ഗനേസറത്ത് എന്ന വാക്കിൻ്റെ ഹീബ്രു പദത്തിൻ്റെ അർത്ഥം. ആ താഴ്വര അറിയപ്പെട്ടിരുന്നത് ഒരുപക്ഷെ ഈ അർത്ഥത്തിൽ തന്നെയാണോ? എന്നാൽ സുവിശേഷത്തിൽ അവനെ കാത്തിരുന്ന രോഗികളും അവൻ്റെ അരികിലേക്ക് രോഗികളെ കൊണ്ടുവരാൻ പരിശ്രമിച്ചവരും ഒക്കെ ഗനേസറത്ത് അത്ര ശുഭകരമായ ഒരു നാടാണ് എന്ന ധ്വനി അല്ല നൽകുന്നത്. അഥവാ ഗനേസറത്ത് രോഗികളാൽ സമ്പന്നമായ നാടാണോ എന്ന് സംശയിക്കത്തക്ക തരത്തിലാണ് സുവിശേഷ വാക്യങ്ങൾ. അതിനാൽ തന്നെ ഗനേസറത്ത് എന്നത് രോഗികളാൽ സമ്പന്നമായ ഒരിടം എന്ന് ഒരർത്ഥത്തിൽ നമുക്ക് വായിച്ചെടുക്കേണ്ടി വരും. യഥാർത്ഥ സമ്പാദ്യം ക്രിസ്തു അരികെ ആയിരിക്കുന്നതാണ്. അതാണ് ഗനേസറത്തിൽ നാം കണ്ട ഏറ്റവും വലിയ സമ്പത്ത്. 2. കാത്തിരിപ്പ്. ഗനേസറത്തിൽ ഉള്ളവർക്ക് കർത്താവിനെ തിരിച്ചറിയുവാനുള്ള ജ്ഞാനം ഉണ്ടായിരുന്നു. അവരുടെ ക്ഷണം കിട്ടി കർത്താവ് വഞ്ചിയിൽ അവിടെ വന്ന് ഇറങ്ങിയതുപോലുള്ള സ്വീകരണമാണ് കർത്താവിന് അവിടെ ലഭിച്ചത്. കർത്താവിന് ലഭിച്ച സ്വീകരണം രോഗികളും മുടന്തരും അംഗവിഹീനരും പിശാച് ബാധിതരുമായിട്ടുള്ള ഒരു പറ്റം ജനതയുടേതായിരുന്നു, അല്ലെങ്കിൽ അവരെ വഹിച്ചുകൊണ്ടുള്ളവരുടേതായിരുന്നു. ഒരർത്ഥത്തിൽ നമ്മളുടെ രോഗങ്ങളും ദുരിതങ്ങളും ക്രിസ്തുവിന് നമ്മിലേക്ക് കടന്നു വരുവാനുള്ള കാരണങ്ങളാണ്. അങ്ങനെ പല കാരണങ്ങളാൽ ക്രിസ്തുവിനെ കാത്തിരുന്നവരാണ് ഗനേസറത്ത് നിവാസികൾ. 3. സൗഖ്യ സമ്പൂർണത. ഗനേസറത്ത് ജനതയുടെ സൗഖ്യ സമ്പൂർണത 3 തലങ്ങളിൽ നമുക്ക് വായിച്ചെടുക്കുവാനാകും. 1. അവർ അവനെ പെട്ടെന്ന് തിരിച്ചറിഞ്ഞു. വചനം അപ്രകാരമാണ് പറയുന്നത്. 2. അവർ ചുറ്റി സഞ്ചരിച്ച് എല്ലാ രോഗികളെയും അവൻ്റെ അടുത്ത് കൊണ്ടുവരുവാൻ തുടങ്ങി. 3. അവൻ്റെ വസ്ത്രത്തിൻ്റെ വിളുമ്പിലെങ്കിലും സ്പർശിച്ചാൽ അവർ സൗഖ്യപ്പെടുമെന്ന് വിശ്വസിക്കുകയും സ്പർശിച്ചവരെല്ലാവരും സൗഖ്യപ്പെടുകയും ചെയ്തു. തിരിച്ചറിഞ്ഞവർക്കാണ് സൗഖ്യം. അവരിലേക്ക് ഒഴുകി ഇറങ്ങുവാൻ കർത്താവിൻ്റെ കൃപ അവരുടെ തിരിച്ചറിവിനാൽ ഇടവരുകയാണ്. ദൈവത്തിൻ്റെ ജ്ഞാനത്തെ അവർ ബോധ്യപ്പെടുകയും അങ്ങനെ ബോധ്യപ്പെട്ടവരൊക്കെയും ക്രിസ്തുവിനെ തിരിച്ചറിയുകയും ചെയ്തു. സൗഖ്യ ദൗത്യത്തിലൂടെ സൗഖ്യത്തിലേക്ക് കൊണ്ടുവരപ്പെട്ടവർക്ക് സൗഖ്യം ലഭ്യമാകുന്നു. മറ്റുള്ളവരുടെ സൗഖ്യത്തെക്കുറിച്ചുള്ള നിന്റെ ആകുലത, പ്രാർത്ഥന കർത്താവിൻ്റെ അടുത്തേക്ക് നീയും കടന്നു വരുവാനുള്ള കാരണമാണ്. ഒരർത്ഥത്തിൽ സൗഖ്യമെന്നത് ക്രിസ്തുവിനും രോഗിയായവൻ്റെയും മധ്യേ ഉള്ള ഒരു മാലാഖ സാന്നിധ്യമാണ്, പ്രവർത്തനമാണ്. മിത്രമായാലും ശത്രുവായാലും ആരെയെങ്കിലും നാം ബോധ്യത്തോടുകൂടി സ്പർശിക്കുമ്പോൾ, സ്നേഹിക്കുമ്പോൾ, അവരുടെ നന്മ ആഗ്രഹിക്കുമ്പോൾ നമ്മുടെ വികാരങ്ങൾ ഏതെങ്കിലും വിധത്തിൽ സ്പർശിക്കപ്പെടുകയാണ് പരസ്പരം. സൗഖ്യത്തിൻ്റെ ഒരു ക്രിസ്തു സ്നേഹത്തിൻ്റെ തൂവൽ നമ്മുടെ കൈവശമുണ്ട്. നമുക്ക് അത് മറ്റുള്ളവർക്ക് വേണ്ടി ചിറകുകളാക്കി മാറ്റി മാലാഖമാരാകുവാൻ ശ്രമിക്കാം. അതാണ് സൗഖ്യം ആഗ്രഹിക്കുന്ന നമ്മുടെയൊക്കെ ജീവിതത്തിൽ. മറ്റുള്ളവർക്ക് വേണ്ടി സൗഖ്യം നൽകുവാൻ ക്രിസ്തുവിനെ വഹിക്കുന്നവരായൊക്കെ നാം മാറുന്നത് അങ്ങനെയാണ്. ഒടുവിൽ അവൻ്റെ വസ്ത്രത്തിൻ്റെ വിളുമ്പിലെങ്കിലും സ്പർശിച്ചാൽ സൗഖ്യപ്പെടുമെന്ന് വിശ്വസിച്ചവർ. ആ വസ്ത്രത്തിൻ്റെ വിളുമ്പ് പോലും സൗഖ്യത്തിൻ്റെ മരുന്നനുഭവമായി അവർക്ക് മാറി. ഇവിടെയാണ് സഭ വണങ്ങുന്ന
വിശുദ്ധ വസ്തുക്കളുടെയും തിരുശേഷിപ്പുകളുടെയും ഒക്കെ പ്രാധാന്യം തന്നെ. ക്രിസ്തു കൃപകൾ ജീവിച്ചവരിൽ ആ കൃപാസാന്നിധ്യം ഒരിക്കലും അസ്തമിക്കുന്നില്ല. അവർ സ്പർശിച്ചിട്ടുള്ള, ധരിച്ചിട്ടുള്ള, അവരുമായി ബന്ധമുള്ള ഏതൊരു വസ്തുവിലും ആ കൃപയുടെ സാന്നിധ്യം ഉണ്ട്. അഥവാ അത് നമ്മിലുള്ള കൃപയെ ഉണർത്തുവാൻ പോരുന്ന ചെറു സ്പർശനങ്ങൾ തന്നെയാണ് എന്ന് നാം കരുതുന്നു, വിശ്വസിക്കുന്നു. പ്രിയമുള്ളവരെ, നമ്മുടെ സാന്നിധ്യവും സ്പർശനവും പ്രാർത്ഥനയും നമ്മെ ക്രിസ്തുവിനെ കൊണ്ടെത്തിക്കുന്ന മാലാഖമാരാക്കി തീർക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആമേൻ. അടച്ചിട്ട വാതിലിൽ മുട്ടുന്നു ഞാൻ, ഇടം തേടുമിടയനായി ഇന്നുമല്ലേ. അടച്ചിട്ട വാതിലിൽ മുട്ടുന്നു ഞാൻ, ഇടം തേടുമിടയനായി ഇന്നുമല്ലേ. കാതോർത്തിരുന്നു ഞാൻ അതിഥിയാകാൻ, ഇന്നു നിൻ മനസ്സിൻ ഇളം തിണ്ണയിൽ. അടച്ചിട്ട വാതിലിൽ മുട്ടുന്നു ഞാൻ, ഇടം തേടുമിടയനായി ഇന്നുമല്ലേ. പരവശനായി പരദേശിയായി പല കുറി ഞാൻ മുന്നിൽ പ്രത്യക്ഷനായി. പരവശനായി പരദേശിയായി പല കുറി ഞാൻ മുന്നിൽ പ്രത്യക്ഷനായി. നിന്നിലെ നീ എന്നെ അറിയാതെ ഹൃദയത്തിനുള്ളറ തുറക്കാതെ പിന്നെയും തിരയുന്നു ഈശ്വരനെ. വർണ്ണമനോഹര രൂപങ്ങളിൽ പിന്നെയും തിരയുന്നു ഈശ്വരനെ. വർണ്ണമനോഹര രൂപങ്ങളിൽ. അടച്ചിട്ട വാതിലിൽ മുട്ടുന്നു ഞാൻ, ഇടം തേടുമിടയനായി ഇന്നുമല്ലേ. പരിചിതനായി പരസ്നേഹിയായി പല വഴി ഞാൻ നിന്നിൽ വ്യത്യസ്തനായി. പരിചിതനായി പരസ്നേഹിയായി പല വഴി ഞാൻ നിന്നിൽ വ്യത്യസ്തനായി. എന്നിലെ ദീപത്തിൽ അണയാതെ നയനത്തിനുള്ളറ തുറക്കാതെ അന്ധമായി പരതുന്നു ഈശ്വരനെ. പുണ്യപുരാതന തീരങ്ങളിൽ അന്ധമായി പരതുന്നു ഈശ്വരനെ. പുണ്യപുരാതന തീരങ്ങളിൽ അടച്ചിട്ട